നമസ്കാരം. മല്ലു ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങളെക്കുറിച്ചാണ്. ആർസണൽ വീണ്ടും പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ബ്രെൻഫോർഡിനെതിരെ നടന്ന മത്സരത്തിൽ 1-1 സമനില വഴങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാഞ്ചസ്റ്റർ സിറ്റി ആദ്യം 2 ഗോളിന് ക്രിസ്റ്റൽ പാലസിനെതിരെ പിറകിൽ പോയെങ്കിലും 5-2 ഒരു കിടിലൻ കംബാക്ക് സിറ്റിയുടെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടു. നമുക്ക് ആർസണൽ മാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആർസണലിൻ്റെ കാര്യത്തിൽ ഒരു കൺസിസ്റ്റൻസി നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ ചാമ്പ്യൻസ് ലീഗിൽ എന്താ നടന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. റയലിനെതിരെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കൊണ്ടുവന്നു, 3-0 അവരെ തോൽപ്പിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു EPLയിലേക്കും അതുപോലുള്ളൊരു പെർഫോമൻസ് ആർസണൽ സൈഡിൽ നിന്ന് കാണാൻ പറ്റിയേക്കും എന്നുള്ളതാണ്. പക്ഷേ ബ്രെൻഫോർഡിൻ്റെ ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യാൻ ആർസണൽ വളരെ നേരായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാനം ഒരു കൗണ്ടറിലൂടെയാണ് അവർ സ്കോർ ചെയ്യുന്നത്. ഇവിടെ ഡെക്ലൻ റൈസിൻ്റെ കാര്യം ഒരിക്കൽ കൂടി പറയേണ്ടതുണ്ട്. കഴിഞ്ഞ മാച്ചിൽ 2 കിടിലം ഫ്രീ കിക്കോടെ ഒരു ബ്രില്യൻ പെർഫോമൻസ് ഡെക്ലൻ റൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു ഫുട്ബോൾ ഇൻ്റലിജൻസ് ഒക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് നല്ല വ്യക്തതയുള്ള ഒരു പ്ലെയറായിട്ട് ഡെക്ലൻ റൈസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബ്രെൻഫോർഡ് സൈഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡിഫെൻസീവ്ലി ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുവന്നു എന്ന് പറയണം. ആർസണലാണ് അറ്റാക്ക് ചെയ്തത്, 64% പൊസിഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഫൈനൽ തേർഡിൽ ആർസണലിൻ്റെ അറ്റാക്കിനെ ഒരു പരിധി വരെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെൻഫോർഡിന് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷം ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നുന്നു ഒരു ചാൻസ് എങ്ങനെയാണ് ബ്രെൻഫോർഡിന് കിട്ടിയത്. അത് കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഫസ്റ്റ് ഹാഫിൽ 0-0 എന്ന നിലയിൽ മുമ്പോട്ട് പോയി. സെക്കൻഡ് ഹാഫിലാണ് വളരെയധികം കൗണ്ടറിന് വേണ്ടിയിട്ട് ആർസണൽ ശ്രമിക്കുന്നത്. എസ്പെഷ്യലി സെറ്റ് പീസിൽ നിന്ന് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഒക്കെ കൗണ്ടറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആർസണൽ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ഡേവിഡ് റായയുടെ ഇൻവോൾവ്മെൻറ്റ് എടുത്തു പറയണം. പുള്ളി ബോൾ റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കൗണ്ടർ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ ബോൾ റിലീസ് ചെയ്യുന്നത്. അങ്ങനെ 71ാമത്തെ മിനിറ്റിൽ റായക്ക് കിട്ടിയിട്ടുള്ളൊരു പന്താണ് ഗോളിലേക്ക് വഴിവെക്കുന്നത്. ഇവിടെ ഡെക്ലൻ റൈസിൻ്റെ റണ്ണ് റായ കാണുന്നുണ്ട്, റൈസിലേക്ക് ഈ ബോൾ കൊടുക്കുന്നു. അവിടെ നമ്മൾ കാണുന്നത് കൃത്യമായിട്ട് ഈ ബോളുമായിട്ട് മുമ്പോട്ട് പോകുന്ന റൈസിനെയാണ്. പുള്ളിക്ക് വേണമെങ്കിൽ പോസ്റ്റിന് പുറത്തു നിന്നൊക്കെ ഒരു ഷോട്ട് എടുക്കാം. റൈറ്റിൽ തോമസ് പാർട്ടേ ഉണ്ടായിരുന്നു. എന്നാൽ വളരെ കൃത്യമായിട്ട് ഈ ബോൾ റിലീസ് ചെയ്യാൻ ഡെക്ലൻ റൈസിന് കഴിഞ്ഞു. കറക്റ്റ് ടൈമിൽ ബോൾ റിലീസ് ചെയ്തു. പാർട്ടയുടെ ഒരു ബ്രില്യൻ ഷോട്ടും കൂടി വന്നതോടെ 1-0 ലീഡിലേക്ക് ആർസണൽ എത്തുകയും ചെയ്തു. പിന്നീട് നമ്മൾ കണ്ടത് കളി ഡബിൾ ചെയ്യാനുള്ള ചാൻസുകൾ ആർസണൽ തേടി എത്തി. അവിടെയും ബ്രെൻഫോർഡിൻ്റെ റൈറ്റ് വിങ്ങിലൂടെയുള്ള ഇടയ്ക്കിടയ്ക്കൊരു ത്രെറ്റ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനൽ തേർഡിൽ വെച്ചിട്ട് ഡിഫെൻസീവ് വൾണറബിലിറ്റീസ് മുതലാക്കിക്കൊണ്ട് ബ്രെൻഫോർഡ് സ്കോർ ചെയ്യുന്നതാണ്. ഇവിടെ വിസ എന്ന പ്ലെയറുടെ ആ ഒരു ഫിസിക്കൽ എബിലിറ്റി ഹെൽപ്പ് ചെയ്തു എന്ന് പറയേണ്ടി വരും. ആർസണലിൽ ക്ലിയർ ചെയ്യേണ്ട ഒരു പന്തായിരുന്നു. അവിടെ ആകെ കെയോസായി പോസ്റ്റിനകത്ത് വെച്ച് കിട്ടിയൊരു ചാൻസാണ് വിസ കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ കളി 1-1 എന്ന രീതിയിലേക്ക് മുമ്പോട്ട് പോയി. പിന്നീട് കളിയിലേക്ക് തിരിച്ചു വരാൻ ആർസണൽ കഴിഞ്ഞില്ല. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 2 ടീമുകളും ഓരോ പോയിന്റ് വീതം ഷെയർ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ EPLൻ്റെ ഈ വർഷത്തെ ട്രോഫി ആർസണൽ വിട്ടു തന്നെ പറയേണ്ടി വരും. എന്തായാലും ലിവർപൂൾ ട്രോഫിക്ക് ഒരു സ്റ്റെപ്പ് അരികിലെത്തിയിരിക്കുകയാണ്. ആ പെർഫോമൻസ് മുമ്പോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി, ഈ സിറ്റി ഫാൻസ് പെപ്പിനൊക്കെ ബൂ ചെയ്യുന്നത് നമ്മളധികം കാണാറില്ല. പക്ഷേ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് നമ്മൾ ആ ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പെപ്പിനെ പോലെ ഇത്രയ്ക്കും കപ്പൊക്കെ നേടിക്കൊടുത്ത സിറ്റിയെ ഈ നിലയിൽ മുമ്പോട്ട് എത്തിച്ച ഒരു മാനേജറെ ഒരു സീസണിൻ്റെ പെർഫോമൻസിൻ്റെ പേരിൽ ഇതുപോലെ കാണികൾ ബൂ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു പുള്ളി കിട്ടിയിട്ടുള്ള ഒരു ഇൻസൾട്ട് തന്നെയാണ്. പക്ഷേ ക്രിസ്റ്റൽ പാലസ് ആദ്യത്തെ ഒരു 30 മിനിറ്റ്സിൽ 2 ഗോളുകൾ അടിച്ചുകൊണ്ട് സിറ്റിയെ ഞെട്ടിച്ചു എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു 1 സൈഡ് മാച്ച് ആയിരിക്കും, സിറ്റിക്ക് ഇനി തിരിച്ചു വരാൻ പറ്റില്ല. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് ഒരു ഗോൾ മഴ തന്നെയാണ്. ഇവിടെ ഡിബ്രോയിൻ്റെ സൈഡിൽ നിന്ന് ഗോൾ വരുന്നു, മാർമോഷ് സ്കോർ ചെയ്യുന്നു, ഓറയിൽ സ്കോർ ചെയ്യുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലുമായിട്ട് 5 ഗോളുകളാണ് മാൻ സിറ്റി അടിച്ചു കൂട്ടിയത്. എന്തായാലും ടോപ്പ് 4 ഫിനിഷ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സിറ്റി ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. കാര്യമായിട്ടുള്ള കപ്പ് എക്സ്പെക്റ്റേഷൻ ഒന്നും സിറ്റിക്ക് ഇപ്പോൾ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും വിഷു ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.